ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 3rd ചാപ്റ്ററായ വിജയതാം സുദേശിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഒറ്റ വേർഡിൽ എഴുതുക. ഓക്കെ. പ്രതാപഃ കാം രക്ഷിതും അസമർത്ഥഃ ആസീത്. പ്രതാപ് ആരെ രക്ഷിക്കാനാണ് സമർത്ഥനല്ലാതിരുന്നത്? മാതൃഭൂമിയെ. കഹ ദീർഘം നിഹശ്വസിതി. ആരാണ് ദീർഘശ്വാസം എടുത്തത്? മഹാറാണ പ്രതാപ്. പ്രതാപം നിരാശം ദൃഷ്ട്വാ കേ ദുഃഖിയന്തി. പ്രതാപിനെ നിരാശനായി കണ്ട് ആരാണ് ദുഃഖിതരായത്? ഭില്ലാഹ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ. സൈനികഃ സ്വചക്ഷുഷാ കിം ദൃഷ്ടും ന ശക്നോതി. സൈനികർക്ക് സ്വന്തം കണ്ണാൽ എന്ത് കാണാനാണ് സാധിക്കാണ്ടിരുന്നത്? സ്വദേശ ദുർദശാം, സ്വന്തം നാടിൻ്റെ ദുർദശ. കീദൃശ ദേശേ ജീവനം നരകായത്തെ. എത്തരത്തിലുള്ള ദേശത്തെ ജീവിതമാണ് നരകം അല്ലെങ്കിൽ നരകതുല്യം? പരതന്ത്രേ, അതായത് അടിമത്തമുള്ള. ഓക്കെ. ആത്മഘാതിനോ ജനാഹ കീദൃശാൻ ലോകാൻ വൃജന്തി. സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികൾ എത്തരത്തിലുള്ള ലോകത്തേക്കാണ് അല്ലെങ്കിൽ ഏത് ലോകത്തേക്കാണ് പോവുക? അസുര്യാൻ, അസുര ലോകത്ത്, അതായത് നരകത്തിൽ. ധനരാശിയും കഹ ആനയത്തി. ധനരാശി ആരാണ് കൊണ്ടുവരുന്നത്? ഭാമാശാഹ, അതായത് ഭാമാശാഹ്. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരാണി ലിഖത. അതായത് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. പ്രതാപഃ കിം ശ്രുത്വാ ലജ്ജാം അനുഭവതി. പ്രതാപ് എന്ത് കേട്ടിട്ടാണ് ലജ്ജ അനുഭവിച്ചത്? അദ്ദേഹത്തിന് ലജ്ജ തോന്നിയത്. പ്രതാപഃ ജയഘോഷം ശ്രുത്വാ ലജ്ജാം അനുഭവതി. പ്രതാപ് ജയഘോഷം കേട്ടിട്ടാണ് ലജ്ജ അനുഭവിച്ചത്, അദ്ദേഹത്തിന് ലജ്ജ തോന്നിയത്. അടുത്ത നോക്കാം. കൈഹി ദേശസ്യ ഉപകാരഃ ക്രിയത്തെ. ആരാലാണ് ദേശത്തിൻ്റെ നന്മ ചെയ്യപ്പെടുക? വീരൈഹി ധീരൈഹി ദേശസ്യ ഉപകാരഃ ക്രിയത്തെ. വീരധീരന്മാരാലാണ് ദേശത്തിൻ്റെ നന്മ ഉണ്ടാവുക. സ്വതന്ത്രതായാഹ ഉപായാഹ കഥം ചിന്തനീയ. സ്വാതന്ത്ര്യം നേടാനുള്ള ഉപായം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? സ്വതന്ത്രതായാഹ ഉപായാഹ ധൈര്യേണ ചിന്തനീയാഹ. അതായത് ഫ്രീഡം നേടാനുള്ള ഉപായം പേഷ്യൻസോടെ വേണം ചിന്തിക്കാൻ, ധൈര്യത്തോടെ വേണം ചിന്തിക്കാൻ, അതായത് പാനിക് ആവാണ്ട് വേണം ചിന്തിക്കാൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. പ്രതാപഃ കിമർത്ഥം പര്യാകുല ആസീത്. പ്രതാപ് എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടിരുന്നത്? പ്രതാപഃ ധനസേനയോഃ അഭാവേ ദേശരക്ഷണായ പര്യാകുലഃ ആസീത്. അതായത് പ്രതാപ് ധനത്തിൻ്റെയും സേനയുടെയും അഭാവം മൂലം ദേശത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള സങ്കടത്തിൽ ആയിരുന്നു. അതായത് ഇത് രണ്ടും ഇല്ലാണ്ട് ദേശത്തിനെ എങ്ങനെ രക്ഷിക്കും എന്ന സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത നോക്കാം. പരതന്ത്രതായാഹ ശൃംഖലാഹ കഥം ത്രോട്ടനീയാഹ. അടിമത്ത ചങ്ങലയെ എങ്ങനെയാണ് പൊട്ടിച്ചെറിയുക? പരതന്ത്രതായാഹ ശൃംഖലാഹ സ്വകീയൈഹി ലൗഹബാഹുഭിഃ ത്രോട്ടനീയാഹ. അതായത് അടിമത്ത ചങ്ങലയെ സ്വന്തം
ഇരുമ്പു കൈകളാൽ പൊട്ടിച്ചെറിയും. കിം കിം ധന്യം, ആരൊക്കെയാണ് ധന്യര്? റാണ ധന്യ, മഹാറാണ പ്രതാപ് ധന്യനാണ്. മന്ത്രി ധന്യ, മന്ത്രിയായ ഭാമാഷാഹും ധന്യനാണ്. ദ്വയോഹു മേലനം ധന്യം, രണ്ടുപേരുടെയും കൂടിക്കാഴ്ച ധന്യമാണ്. വയം സർവേ ധന്യാഹ, നമ്മളെല്ലാവരും ധന്യരാണ്. സമയ ധന്യ, സമയം ധന്യമാണ്. പിന്നെയോ പുണ്യം ദർശനം ച ധന്യം അസ്തി, അതായത് ഈ പുണ്യദർശനവും ധന്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത കഥനേഷു സ്ഥൂലപദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുരുത്ത്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ബോൾഡ് ലെറ്റേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ. വിചാരമഗ്നഃ മഹാറാണ പ്രതാപഃ ശിലായാം ഉപവിഷ്ടഃ ആസീത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ബോർഡിൽ ഏത് വേർഡ് എഴുതിയേക്കണേ? ശിലായാം. ഓക്കെ, അതായത് ചിന്തയിൽ മുഴുകി മഹാറാണ പ്രതാപ് ശിലമേൽ ഇരിക്കുകയായിരുന്നു. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? എവിടെ ഇരിക്കുകയായിരുന്നു എന്ന് വരാം അല്ലേ? അപ്പം എങ്ങനെ എഴുതും? വിചാരമഗ്നഃ മഹാറാണ പ്രതാപഃ കുത്ര ഉപവിഷ്ടഃ ആസീത്. അടുത്ത നോക്കാം. സർവേ ഭട്ടാഃ ദേശരക്ഷായായി ബദ്ധപരികരാഃ ആസൻ. എല്ലാ ഭടന്മാരും എല്ലാ യോദ്ധാക്കളും ദേശരക്ഷയ്ക്കായിട്ട് റെഡി ആയിരുന്നു. അപ്പം എന്തിനായി എന്നാണ് വേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? സർവേ ഭട്ടാഃ കസ്യായി ബദ്ധപരികരാഃ ആസൻ. എല്ലാ യോദ്ധാക്കളും എന്തിനായിട്ടാണ് റെഡി ആയിരുന്നത്? ഭില്ലാഃ മാതൃഭൂമേഃ ദുർദശാം നൈവ ദൃഷ്ടും ശക്നുവന്തി. ഭീലുകൾ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർക്ക് മാതൃഭൂമിയുടെ ദുർദശ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് വരേണ്ട ക്വസ്റ്റ്യൻ? മാതൃഭൂമേഹി എന്നാണ് ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ വരേണ്ടത് ആരുടെ എന്നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? ഭില്ലാഹ കസ്യാഹ ദുർദശാം നൈവ ദൃഷ്ടും ശക്നുവന്തി. ഭീലുകൾക്ക് ആരുടെ ദുർദശയാണ് കാണാൻ സാധിക്കാത്തത്? ഭാമാഷാഹ ധനരാശിം ആദായ ആഗച്ഛതി. ഭാമാഷാഹ ധനരാശിം, അതായത് പണം എടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ആര് കൊണ്ടുവരുന്നു എന്നാ ക്വസ്റ്റ്യൻ പറയണ്ട അല്ലേ? ഭാമാഷാഹാണ് നമുക്കിവിടെ ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും ക്വസ്റ്റ്യൻ? കഹ ധനരാശിം ആദായ ആഗച്ഛതി. ആരാണ് ധനരാശി എടുത്ത് കൊണ്ടുവരുന്നത്, പണം എടുത്തു കൊണ്ടുവരുന്നത്? അടുത്ത ചോദ്യം നോക്കാം. പരതന്ത്രേ ദേശേ ജീവനം നരകായതി. ഇവിടെ ബോൾഡിൽ എഴുതിയേക്കണത് പരതന്ത്രയാണ്. ഓക്കെ, അതായത് അടിമത്തമുള്ള ദേശത്തെ ജീവിതം നരകമാണ്, നരകതുല്യമാണ്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? കീദൃശ ദേശേ ജീവനം നരകായതി. എത്തരത്തിലുള്ള ദേശത്തെ ജീവിതമാണ് നരകതുല്യമാവുക? വീരഗത്യ മരണമേവ കല്യാണപ്രദം ഭവതി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വീരഗത്യ മരണമേവ കല്യാണപ്രദം ഭവതി. അതായത് വീരഗതിയോടുള്ള മരണം കല്യാണപ്രദമാണ്, അതായത് നല്ലതാണ്. അപ്പം എന്താൽ അല്ലെങ്കിൽ എന്തിനാൽ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? കയ മരണമേവ കല്യാണപ്രദം ഭവതി. എന്താലുള്ള മരണമാണ് നല്ലതാവുക, കല്യാണപ്രദമാവുക? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻസ്ട്രക്ഷൻ കൊടുത്തതനുസരിച്ച് എഴുതണം. ഓക്കെ, നോക്കാം. സഹചരാഹ തസ്യ ആകൃതിം ദൃഷ്ട്വാ വ്യാകുലാഹ ഭവന്തി. അസ്മിൻ വാക്യേ കർത്തൃപദം കിം. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കർത്ത ഏതാണ്? ഓക്കെ, അപ്പോൾ ഇതാ വരാ സഹചരാഹ. അയ് ഭ്രാതഃ കഥം ജയഘോഷം കൃത്വാ മാ ലജ്ജയസേ.
അസ്മിൻ വാക്യേ ക്രിയാപദം കിം? ഈ സെൻറ്റൻസിൽ ക്രിയാപദം ഏതാണ്? ലജ്ജയസേ. ഹാർദിക് കീദൃശः സമയ ആഗതः? अस्मात् वाक्यात् कीदृशः इति पदस्य विशेष्यं चिनुत. ഈ സെൻറ്റൻസിൽ കീദൃശः എന്ന പദത്തിന് വിശേഷപദം കണ്ടെത്തുക. ഏതാണ് വരിക? സമയഃ. ന ക്വാപി ബന്ധോഃ ഗന്തുമപി ന ശക്യത്തെ. അസ്മിൻ വാക്യേ കുത്ര ഇത്യർത്ഥേ കിം പദം പ്രയുക്തം? ഈ സെൻറ്റൻസിൽ കുത്ര എവിടെ എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ക്വ. ഓക്കെ. പരതന്ത്രേ ദേശേ ജീവനം നരകായത്തെ. അസ്മാത് വാക്യാത് സ്വതന്ത്രേ പദസ്യ വിലോമപദം ചിനുത്. ഈ സെൻറ്റൻസിൽ സ്വതന്ത്രേ എന്ന പദത്തിൻ്റെ, ഫ്രീഡം എന്ന അർത്ഥം വരുന്ന പദത്തിൻ്റെ വിലോമപദം കണ്ടെത്തി എഴുതണം. ഏതാണ്? പരതന്ത്രേ. അടുത്ത് നോക്കാം. മദിയേന ഏവ ഖഡ്ഗേന ജഹിമാം. അത്ര ഖഡ്ഗേന പദസ്യ കിം വിശേഷണപദം പ്രയുക്തം? ഇവിടെ ഖഡ്ഗേന എന്ന പദത്തിന് എന്ത് വിശേഷണപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? മദിയേന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതാനാം പദാനാം വിലോമപദാനി പാഠാത് ചിത്വാ ലിഖത. താഴെ തന്നിരിക്കുന്ന പദങ്ങൾക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. ധന്യം അധന്യം, ദയാലുഃ നിഷ്ഠുരഃ, പ്രസീദതി ദുഃഖിയതി, ആത്മരക്ഷാം ആത്മഘാതം, പരകീയൈഃ സ്വകീയൈഃ, മദീയാ ത്വദീയാ, യാതി ആയാതി. ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. മഞ്ജുഷാതഃ സമുചിതം വിശേഷണപദം ചിത്വാ ലിഖത്. അതായത് ബോക്സിനകത്ത് വിശേഷണപദം കൊടുത്തിട്ടുണ്ട്. വിശേഷ്യപദത്തിന് യോജ്യമായിട്ടുള്ള വിശേഷണപദം കണ്ടെത്തി എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നോക്കാം. പ്രതാപഃ ദേശഭക്തഃ പ്രതാപഃ, ഭാമാശാഹഃ മേവാഡ് മന്ത്രി ഭാമാശാഹഃ, കാലേ സങ്കടാപന്നേ കാലേ, ഖഡ്ഗേന മദിയേന ഖഡ്ഗേന, ഭില്ലാഃ അഠവീവാസിനഃ ഭില്ലാഃ, ലോകാൻ. ഇതാ വരിക അസുര്യാൻ ലോകാൻ, ലൗഹബാഹുഭിഃ. ഏതാ വരിക? അതെ, സ്വകീയൈഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധഃ ദത്താനാം വാക്യാനാം സമക്ഷം വക്താരം ശ്രോതാരം ച നിർദ്ദിശത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആരോട് പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ. ആരാണ് പറഞ്ഞത്, ആരാണ് കേട്ടത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. നോക്കാം. വിജയത മഹാരാജഃ. മഹാരാജാവ് വിജയിക്കട്ടെ. ആരാ പറഞ്ഞേ? രാജപുത്രഃ. കേട്ടതാരാണ്? പ്രതാപഃ. കഥം മാം ലജ്ജയസേ. എന്തിനാ എന്നെ ലജ്ജിപ്പിക്കുന്നത്? ആരാണ് പറഞ്ഞത്? പ്രതാപാണ് പറഞ്ഞത്. പ്രതാപഃ. ആരാണ് കേട്ടത്? രാജപുത്രഃ. ഓക്കെ. സ്വാമി ഭാഗ്യാനാം അനുഗന്താരോ വയം. സ്വാമിയുടെ, അതായത് രാജാവിൻ്റെ ഭാഗ്യത്തെ ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് ആരാ പറഞ്ഞേ? ഭട്ടഃ. അതായത് സൈനികനാണ് പറഞ്ഞത്. ആരാണ് കേട്ടത്? പ്രതാപഃ. മദിയേനൈവ ഖഡ്ഗേന ജഹിമാം. എന്നെ എൻ്റെ തന്നെ വാളാൽ കൊല്ലൂ, എന്ന് കളയൂ എന്ന് ആരാ പറഞ്ഞേ?
ഏകഃ സൈനികഃ. ഒരു സൈനികൻ. ആരാണ് കേട്ടത്? പ്രതാപഃ. ന അഹം ദത്താം സമ്പത്തിം പുനഃ ആദദാമി. ഞാൻ തന്ന സമ്പത്ത് തിരിച്ച് വാങ്ങാറില്ല അല്ലെങ്കിൽ എടുക്കാറില്ല. ആരാണ് പറഞ്ഞത്? പ്രതാപഃ. ആരാണ് കേട്ടത്? ഭാമാശാഹഃ. ഓക്കെ. ഗൃഹ്യതാം ഭഗവൻ ദേശം ധർമ്മം ച രക്ഷിതും. എടുത്താലും അങ്ങൂന്നേ ദേശത്തെയും ധർമ്മത്തെയും. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത വാക്യാനാം ഉചിത ഭാവൈഃ സഹ സമ്മേളനം കുരുത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ഉചിത ഭാവം ഏതാണോ അത് കണ്ടെത്തി യോജിപ്പിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. നോക്കാം. അലം മമ ഏതേന ജീവിതേന്. ഇനി വേണ്ട ഇങ്ങനൊരു ജീവിതം. അത് ഏത് ഭാവത്തെയാണ് കാണിക്കുന്നത്? നിരാശ. വീരൈഹി ധീരൈഹി ബഹു ഉപകൃതം ദേശസ്യ. വീരധീരന്മാരാൽ ഏറെ ഉപകാരമുണ്ട് നാടിന്. ആട്ടെ, ഏത് ഭാവമാണ്? അതെ, ധൈര്യം. ആത്മഘാതിനോ ജനാസ്തു അസൂര്യാൻ ലോകാൻ വ്രജന്തി. സൂയിസൈഡ് ചെയ്യുന്ന ജനങ്ങളാണെങ്കിൽ അസുര ലോകത്തേക്കാണ് പോവുക. ഏതാ വരിക? ഗ്ലാനിഹി. ത്രോട്ടയതാം പാരതന്ത്ര ശൃംഖല സ്വകൈഹി ബാഹുഭിഹി. പൊട്ടിച്ചെറിയൂ അടിമത്ത ചങ്ങലയെ സ്വന്തം ഇരുമ്പുകൈകളാൽ. ഇതേത് ഭാവമാണ്? ഓജഃ. ധൈര്യേണ സ്വതന്ത്രതായാഹ ഉപായാഹ ചിന്തനീയ. വളരെ പേഷ്യൻസോടെ സ്വാതന്ത്ര്യം നേടാനുള്ള ഉപായം ചിന്തിക്കാം. അതേത് ഭാവമാണ്? അതെ, ഉത്സാഹ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. കഥാക്രമാനുസാരം അധോലിഖിതാനി വാക്യാനി പുനഃ ലിഖത്. കഥയുടെ ക്രമം അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്നുകൂടി എടുത്ത് എഴുതുക. അതായത് കറക്റ്റ് ഓർഡറിലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് വേണം എടുത്ത് എഴുതാൻ. ഓക്കെ, നോക്കാം. മഹാറാണ പ്രതാപഃ അരണ്യേ വിചാരമഗ്നഃ ശിലായാം ഉപവിഷ്ടഃ അസ്തി. മഹാറാണ പ്രതാപ് വനത്തിൽ ചിന്തയിൽ മുഴുകി ശിലമേൽ ഇരിക്കുകയാണ്. പിന്നെന്താ സംഭവിച്ചേ? സഹ സേനായാഃ ഭോജന സാമഗ്രിയാഃ അഭാവേന ഖിന്നഃ അസ്തി. അദ്ദേഹം സേനയുടെ ഭോജന സാമഗ്രിയുടെ അഭാവത്താൽ സങ്കടത്തിലാണ്. പിന്നെന്താ സംഭവിച്ചേ? അതെ, അധുനാ സഹ സ്വകീയൈഃ പ്രാണൈരേവ സ്വദേശം സ്വതന്ത്രം കർത്തും ഇച്ഛതി. പിന്നെന്താ? അദ്ദേഹം സ്വന്തം പ്രാണൻ ബലി കൊടുത്ത് സ്വന്തം ദേശത്തെ, സ്വന്തം നാടിനെ ഫ്രീഡം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സഹചരാः മഹാറാണ പ്രതാപസ്യ ഏതാദൃശീം സ്ഥിതിം ദൃഷ്ട്വാ വ്യാകുലാः ഭവന്തി. അദ്ദേഹത്തിനോടൊപ്പമുള്ള ആൾക്കാർ മഹാറാണ പ്രതാപിൻ്റെ ഇത്തരത്തിലുള്ള സ്ഥിതി കണ്ട് സങ്കടത്തിലായിരുന്നു. തദൈവ കശ്ചിത് മേവാഡ് രാജപുത്രഃ തത്ര പ്രവിശതി. അപ്പോൾ ഏതോ മേവാഡിലെ രാജപുത്രൻ അവിടേക്ക് പ്രവേശിക്കുന്നു. സഹ രാജപുത്രഃ മഹാറാണ പ്രതാപസ്യ ജയഘോഷം കരോതി. ആ രാജപുത്രൻ മഹാറാണ പ്രതാപിൻ്റെ ജയഘോഷം ചെയ്തു. അതായത് മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചേ? ജയഘോഷം ശ്രുത്വാ. ജയഘോഷം കേട്ട് പ്രതാപഃ കഥയതി. പ്രതാപ് പറഞ്ഞു, ഐ ഭ്രാതഃ, ഹേ അനിയ, കഥം ജയഘോഷം കൃത്വാ മാ ലജ്ജയസേ ഇതി. എന്തിനാ ജയഘോഷം ചെയ്ത് എന്നെ ഇങ്ങനെ ലജ്ജിപ്പിക്കണത് എന്ന്. പിന്നെയോ തഥാ രാജപുത്രഃ വദതി. അപ്പോൾ രാജപുത്രൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? സ്വദേശം സ്വാധീനം കർത്തും ഭവതാ കിം ന സോഢം വിജയിഷ്യത്തെ നനു ഭവാൻ. അതായത് നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ അങ്ങ് എന്തൊക്കെയാണ് സഹിക്കാണ്ടിരുന്നത്?
നിശ്ചയമായും അങ്ങ് വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററും ഇതിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതുവരെയും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അങ്ങ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്